ശ്രീമതി ശാലിനിയിലേക്ക് പോകുന്നു. ശ്രീമതി ശാലിനി, ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ പറയുന്ന SDP, ജമാഅത്തെ ഇസ്ലാമി, RSS, മഴവിൽ സഖ്യം, RSS എന്ന ചാപ്പകളൊക്കെ കഴിഞ്ഞ ദിവസം അടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മഴവിൽ സഖ്യം എന്നാണ് പുതിയ ആരോപണം. BMS സ്പോൺസേഡ് സമരം എന്നാണ് മറ്റൊരു ആരോപണം. അപ്പോൾ നിങ്ങൾ ഈ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ എന്ന് പറഞ്ഞാൽ 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കണമെന്ന് നിങ്ങളുടെ ആവശ്യത്തിൽ 7,000 രൂപയിൽ നിന്ന് ഒരു 10,000 രൂപ പോലും കൂട്ടിത്തരാൻ കഴിയില്ല എന്ന് സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഷോ ഓഫ് ആണ്. ശ്രീമതി ശാലിനി, എത്ര കാലം നിങ്ങൾക്ക് ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? സർ, ഞാൻ അതിന് മറുപടി പറയാം. ഒരു മഴവിൽ സഖ്യമെന്ന് പറഞ്ഞാലും മറ്റെന്ത് പേരിട്ടാലും പാട്ടവെറുക്കികളെന്ന് പറഞ്ഞാലും ഈർക്കിലികളെന്ന് വിളിച്ചാലും സെക്സിസ്റ്റായിട്ട് വാക്കുകൾ ഉച്ചരിച്ചാലും ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല സർ. പട്ടിണി പാവങ്ങളായ കുറേ സ്ത്രീകളുടെ ആവശ്യമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് 40-ാം നാളായിരിക്കുന്നത്. രാപ്പകൽ സമരമാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം മുതൽ അത് നിരാഹാര സമരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ 3 ആശാപ്രവർത്തകർ നിരാഹാര സമരം, 2 പേര് ആശാപ്രവർത്തകർ, ഒന്ന് ഞങ്ങളുടെ സമരസമിതിയുടെ നേതാവാണ്. 3 പേരും ഇന്നലെ മുതൽ നിരാഹാര സമരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഒരു ആശാപ്രവർത്തക ശ്രീമതി ഷീജ വളരെ ദേഹാസ്വസ്ഥ ഉണ്ടായി. ആംബുലൻസ് വന്ന് പുള്ളിക്കാരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ബി പി ഒക്കെ ലോ ആണെന്ന് അറിഞ്ഞത്. അത് കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ പുള്ളിക്കാരി തന്നെ ആ സമിതിയിലേക്ക് വന്ന് നിരാഹാരം തുടരും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾ ആ കട്ടിലേക്ക് വരാൻ കാത്തിരിക്കുകയാണ്. ആ സമരം ഏറ്റെടുക്കാൻ, നിരാഹാര സമരത്തിലേക്ക് പ്രവേശിക്കാൻ അടുത്ത ആശാപ്രവർത്തകർ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? ഇത് ഞങ്ങളുടെ അതിജീവനത്തിൻ്റെ സമരമാണ്, പട്ടിണി സമരമാണ്. ഞങ്ങൾക്കിതിൽ തീവ്രവാദമോ മഴവിൽ സഖ്യമോ ഇവരിനി എന്തൊക്കെ പേരിട്ട് വിളിച്ച് അധിക്ഷേപിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് ഇത് അതിജീവന സമരം തന്നെയാണ്. നിങ്ങൾ ഉന്നയിച്ച ഒരാവശ്യം അംഗീകരിക്കപ്പെടാതെ അവിടെ എഴുന്നേറ്റ് പോകേണ്ട ഗതികേട് ഉണ്ടായാലും ആ സമരം വിജയമാണ്. കാര്യം എല്ലാ സമരങ്ങളും അതിൻ്റെ ആവശ്യ പൂർത്തീകരണം നേടി. ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെട്ട സമരങ്ങൾ മാത്രമല്ല, പരാജയപ്പെട്ട സമരങ്ങൾ വിജയിച്ച സമരങ്ങളാണ്. അങ്ങനെയാണല്ലോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ. പോട്ടെ, അത് വിട്ടേക്ക്. ഇപ്പം അങ്ങനെയല്ല തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ യുക്തി. ശാലിനി, എൻ്റെ ചോദ്യം അതല്ല. എൻ്റെ ചോദ്യം ഈ സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. ഡൽഹിയിലേക്ക് പോകും, ഷോ ഓഫ് കാണിക്കും, ബാക്കിയൊക്കെ കാണിക്കും. പക്ഷേ നിങ്ങൾ ഉന്നയിക്കുന്ന 7,000 രൂപ എന്ന സർക്കാർ സംസ്ഥാനം തീരുമാനിക്കേണ്ട ഓണറിയം നയാ പൈസ കൂട്ടിത്തരില്ല എന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ശ്രീമതി ശാലിനി, നിങ്ങൾക്ക് എത്ര കാലം ഈ സമരം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? സാർ, എത്ര കാലം എന്നൊന്നും ഞങ്ങൾ ഉറപ്പായിട്ടൊന്നും പറയുന്നില്ല. ഡിമാൻഡുകൾ നേടിയെടുക്കുക. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ 2021 പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സ്കൂം വർക്കേഴ്സിനും 700 രൂപ മിനിമം വേജസ് അനുവദിക്കുമെന്ന്. അതും മറ്റു ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുമെന്നാണ് അവരുടെ ആ 45 ഖണ്ഡിക ആ പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അവരോട് സൂചിപ്പിച്ചത്. ഞങ്ങളിതിപ്പോൾ വെറുതെ കയറി വന്ന് സമരം ചെയ്തവരല്ല. ജനുവരി 25-ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഈ സംസ്ഥാന ബഡ്ജറ്റിൽ ഞങ്ങളെ പരിഗണിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇവിടെ രാപ്പകൽ സമരത്തിന് വരുമെന്ന് പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെയാണ് സംസ്ഥാന ബഡ്ജറ്റ് കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 10-ാം തീയതി ഞങ്ങൾ രാപ്പകൽ സമരത്തിലേക്ക് വന്നു. ആ രാപ്പകൽ സമരം കഠിനമായ വെയിലത്തും പെരുമഴയത്തും നിർത്തി ഞങ്ങളെ അപമാനിക്കാവുന്ന വിധം എല്ലാം ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് അവരെ അപമാനിച്ചു. അവരുടെ പോലീസിനെ കൊണ്ടുപോയി മഴയെത്തിരുന്ന ഞങ്ങളെ ടാർപ്പ് വരെ വലിച്ചു നീക്കിച്ചുകൊണ്ട് അവർ ഞങ്ങളെ മഴ നനയിപ്പിച്ച്. രജസ്വലകളായ സ്ത്രീകളാണ് മഴയത്തുണ്ടായിരുന്നത്. എന്ത് വൃത്തികേടാണ്! ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. സ്ത്രീപക്ഷം എപ്പോഴും സംസാരിക്കുകയും അത് നടപ്പാക്കാൻ കഴിയാതെ വരുന്നത് ഒരു ഭരണകൂടത്തിൻ്റെ വീഴ്ച തന്നെയാണ്. പാവപ്പെട്ട വീട്ടമ്മമാരായ സ്ത്രീകൾ ഈ സെക്രട്ടറിയുടെ നടയിൽ വന്ന് പൊരുവയിലും പെരുമഴയും കൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ഒരുപാടൊന്നും ചോദിച്ചില്ല. സാറിനറിയാമോ, വെറും 7,000 രൂപ ഓണറേറിയം വാങ്ങുന്ന ആശാപ്രവർത്തകരുടെ ഇപ്പോൾ അസ്ഥിവാരം തോണ്ടി നടക്കലാണ് CPM-ൻ്റെ ആൾക്കാരുടെ പണി. അവർ ഓരോ സൈബർ ആക്രമണങ്ങളിൽ അവർ ഇത്ര വാങ്ങിച്ചില്ലേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പോലെ മെനഞ്ഞാന്ന് നടന്ന നിയമസഭാ ചർച്ചയിൽ ഞങ്ങളുടെ സമരസമിതിയിലുള്ള റോസം എന്ന ചേച്ചിയുടെ അവർക്ക് കിട്ടിയ അലവൻസുകളെ കുറിച്ച് പറഞ്ഞു. 11,000 റോസമ്മയ്ക്ക് കിട്ടിയില്ല. സാർ, ഈ 11,000 എന്ന് പറയുന്നത് ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് വരുന്ന തുകയല്ല. 7,000 രൂപ സംസ്ഥാന ഗവൺമെൻറ് ഓണറേറിയമാണ്. അതിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട്. ആ 10 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായിട്ട് ആ മാനദണ്ഡം പിൻവലിച്ചെങ്കിൽ ഞങ്ങളുടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് 3,000-ലേക്ക് അത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പം പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ അത് ഞങ്ങൾക്കറിയാം. ഞങ്ങളത് NHM ഡയറക്ടറോട് സംസാരിക്കുകയും ചെയ്ത് അത് മാറ്റിത്തരണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവുകളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഈ 1 രൂപ ഞങ്ങൾക്ക് തരണമെങ്കിലും അത് ഞങ്ങളുടെ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ആശാപ്രവർത്തകയും 13,000 എല്ലാ മാസവും സംസ്ഥാന ഗവൺമെൻറ് ആശയുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്ന തുകയല്ല. ഈ നിസ്സാരമായ 7,000 രൂപ പോലും വെറും 232 രൂപ അടിസ്ഥാനത്തിൽ
2-3 മാസം കഴിയുമ്പോഴാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരുന്നത്. പിന്നെ ആ ഓണറേറിയം വന്നു കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴത്തേക്കാണ് ഇൻസെൻറ്റീവ് തരുന്നത്. ഈ സംസ്ഥാന ഗവൺമെൻറ്റാണ് ഇത് കേന്ദ്ര സർക്കാർ. നിങ്ങൾ ചെറു സംഘങ്ങളാണ്, നിങ്ങൾ 26,000 ആശമാരിൽ ആകെ 600 പേരേ ഉള്ളൂ എന്നൊക്കെ ആരോഗ്യമന്ത്രി പറഞ്ഞാൽ നിങ്ങൾ 600 പേരുടെ സമരത്തിന് കുടിശ്ശിക വിട്ടുകൊടുക്കാനുള്ള ശക്തി ഉണ്ടല്ലോ. ഞാൻ എത്താം ശാലിനി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. അത് കിട്ടി, വാങ്ങിച്ചെടുത്തു. അപ്പോഴാ കിട്ടിയത്, വാങ്ങിച്ചെടുത്തു. ഞങ്ങൾ അപ്പോഴാ 3 മാസം മുടങ്ങി കിടന്ന ഓണററി ഇൻസെന്റീവ് ഞങ്ങൾക്ക് അനുവദിച്ചത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലുള്ള അതിന് ഞങ്ങൾക്ക് 9 ദിവസം പണിയെടുത്തിട്ട് ഞങ്ങൾ 10-ാം തീയതി സമരത്തിൽ പ്രവേശിക്കുന്നത്. ഞങ്ങൾക്കുള്ള ആ 9 ദിവസം പണിയെടുത്ത പൈസ ഞങ്ങൾക്ക് തന്നില്ല. പക്ഷേ മറ്റ് പണിയെടുക്കാതെ നിന്നവർക്ക് ഞങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ 18 വർഷ ആശാപ്രവർത്തനത്തിനിടയ്ക്ക് ഈ ഫെബ്രുവരിയിൽ തന്നെ, മാർച്ചിൽ തന്നെ ഫെബ്രുവരിയിൽ പണിയെടുത്തതിൻ്റെ പൈസ അവർക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷം സാറേ, എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ഈ വന്നിരിക്കുന്ന ആശമാർക്ക് വേണ്ടിയാണല്ലോ ചെയ്തത്. അവർക്ക് കിട്ടിയില്ല, സന്തോഷം. എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ സമരത്തിൽ പങ്കെടുത്തപ്പോൾ അല്ലാതെ അനേക പേർക്ക് പൈസ കിട്ടിയിട്ടില്ല. ഓണറേറിയമോ ഇൻസെൻറ്റീവോ ഒന്നും അനുവദിച്ചിട്ടില്ല സംസ്ഥാന ഗവൺമെൻറ്. അപ്പോൾ അത് ഇരുന്നോട്ടെ, ഞങ്ങൾ പട്ടിണി പാവങ്ങളോടല്ലേ അവർക്ക് ഇതൊക്കെ തടഞ്ഞു വയ്ക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കോടികളൊന്നും ആവശ്യപ്പെട്ടു വന്നില്ല. ഓരോരുത്തരും ഇങ്ങനെ അവർ ബാക്ക്ഗ്രൗണ്ട് തേടി നടക്കലും സൈബർ ആക്രമണം, ബുള്ളിങ്ങും. ആരോടെ സാർ ഇവരിതൊക്കെ കാണിക്കുന്നത്? ഇവർക്ക് വേണ്ടി രാവും പകലും കോവിഡ് സമയത്ത് കിടന്ന് അധ്വാനിച്ച ഈ ജീവൻ പണയം വെച്ച് പണിയെടുത്ത ഞങ്ങളോടാണ് ഈ പിടിവാശി. ഞങ്ങൾക്ക് രാഷ്ട്രീയമോ പിടിവാശിയോ ഞങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് വന്നവരോ അല്ല സാറേ. ഞങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഞങ്ങളുടെ അതിജീവനത്തിന് ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 നേരം ആഹാരം കഴിക്കണം. 1 കിലോ അരി വാങ്ങണമെങ്കിൽ സംസ്ഥാനത്ത് 65 രൂപ കൊടുക്കണം. 1 കിലോ തേങ്ങ വാങ്ങണമെങ്കിൽ 85-86 രൂപയാണ് അതിൻ്റെ പോക്ക്. വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ എത്രയാണ് 240 അങ്ങനെയായി അതിൻ്റെ ഒരു ലെവൽ. എങ്ങനെ ഞങ്ങൾ ജീവിക്കുക സംസ്ഥാനത്ത്? ഞങ്ങൾ അപ്പോൾ അതൊന്നും മനസ്സിലാക്കണം. 7,000 കൂട്ടിക്കൊടുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെ കൂട്ടിക്കൊടുത്ത്? ഞാൻ ചോദിക്കട്ടെ, ആശമാർ പണിയെടുപ്പിക്കുമ്പോൾ അവർക്ക് തൊഴിലാളികൾ ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ അന്നേരം സന്നദ്ധ പ്രവർത്തനം. എന്നാൽ പിന്നെ രാഷ്ട്രീയ പ്രവൃത്തി ചെയ്യുന്ന നമ്മുടെ MLA-മാരാവട്ടെ മന്ത്രിമാരാവട്ടെ എല്ലാവരും അനീതിയാണെന്ന് ഞാൻ പറയില്ല. കേൾക്കുന്ന മനുഷ്യരാരും പറയില്ല. ചിലപ്പോൾ CAT പറയുമായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ എത്താം.